സോ ഗൈസ്, ശ്രീ ഹിയർ. ഇവനാണ് DJയുടെ മിനി 4K എന്ന് പറയുന്നത്. ആൻഡ് ഐ പേഴ്സണലി തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫൺ, അതേസമയം ഫിലിം മേക്കിംഗ് ഒരേ രീതിയിൽ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയറാണ്. ആദ്യമേ തന്നെ ഇതിനെ കുറിച്ച് ഇച്ചിരി കൊണ്ട് ടെക്നിക്കലി പറഞ്ഞു തരാം. ദിസ് ഇസ് 4K 8-bit ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുന്ന ഒരു ഡ്രോണാണ്. അതേപോലെ ദിസ് വെയ്സ് 249 grams. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് വേണ്ട, ഒരു ചക്കയും വേണ്ട. ആൻഡ് ഈ ട്രാൻസ്മിഷനും കൂടെ ഉണ്ടായിട്ട് നിങ്ങളുടെ റേഞ്ച് ഇസ് ഓൾമോസ്റ്റ് 10 kilometers. അതെന്തോരം പ്രാക്ടിക്കൽ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. നമുക്കൊരു സ്വാപ്പബിൾ ബാറ്ററി ഉണ്ട്. ആൻഡ് ദിസ് ഹാസ് എ 2-axis ഗിംബിൾ. ആൻഡ് ഗിംബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗിംബിളാണ് കേട്ടോ. വെരി സ്റ്റേബിൾ, വെരി പ്രിസൈസ്. നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് ബാറ്ററി ലൈഫ് സ്റ്റേസ് അബൌട്ട് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റൊക്കെ വെച്ച് വിൻഡ് റെസിസ്റ്റൻസും ഒക്കെ വെച്ച് ഒരു 25 minutes ഒക്കെ കിട്ടുന്നുണ്ട്. ദാറ്റ് ഐ ബിലീവ് ഇസ് എ ഗുഡ് തിങ്. ഒരു സിംഗിൾ ബാറ്ററിയിൽ 25 minutes മതി. ആൻഡ് ടൈപ്പ് സി വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. സോ ഇങ്ങനത്തെയൊക്കെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞാലും ലെറ്റ് മീ ആക്ച്വലി ഷോ യു ഹൗ സ്റ്റേബിൾ ദിസ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഞാൻ ഇവിടെ ഇപ്പം ഇങ്ങനെ നിർത്തിയ ഇറ്റ് വിൽ സ്റ്റേ ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ്. എനിക്കറിയാം ഇപ്പം മൈക്കിൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ആ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക്. സോ ഇപ്പം ഞാൻ അവിടെ ചെന്ന് റെക്കോർഡ് ചെയ്തിട്ടേക്കുക. മേളിൽ ആകാശത്ത് ഇത് ഒത്തിരി ദൂരത്തുണ്ട്. അതൊക്കെ നമുക്ക് പക്കയായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗിനർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് തിങ്സ്, ഇതിനകത്ത് റിട്ടേൺ ടു ഹോം എന്ന് പറയുന്ന സാധനം ഉണ്ട്. റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ദൂരെ എവിടെയെങ്കിലും പറത്തി ഇപ്പം ഇന്ന പെർസെൻറ്റേജ് ബാറ്ററിക്ക് താഴെ വന്നാൽ അത് തന്നെ ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ചു വരും. രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ ഇതിന് ഒബ്സ്റ്റക്കിൾ സെൻസിങ്ങും കാര്യങ്ങളും ഇല്ലെങ്കിലും ഈ ഞങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ അണീവൻ സർഫസ് ഒക്കെ ആണെങ്കിൽ അത് തന്നെ ഒരു വാർണിംഗ് തരും. അണീവൻ സർഫസാണ്, ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തേക്ക് ഒരുപാട് ഗുണങ്ങൾ. രണ്ടെന്ന് പറയുമ്പം ഇതിൻ്റെ FPV മോഡ് ഇസ് ആക്ച്വലി റിയലി ഫൺ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ഫുട്ടേജസ് കാണിക്കാം. നമുക്കൊരു FPV പറത്തുന്നതിൻ്റെ കണക്ക് തന്നെ പറത്താം. അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഇത് 2-3 തവണ കുറേ മരത്തിൻ്റെയും ചില്ലുകളുടെയും ഇടയിൽ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ക്വൈറ്റ് എ ഡ്യൂറബിൾ ഡ്രോൺ ഓർ മെഷീൻ. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വിക്ക് ഷോട്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇതെടുത്ത് ക്വിക്ക് ഷോട്ട്സ് എടുത്ത ഡ്രോണി ഉണ്ട്, റോക്കറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതേപോലെ തന്നെ സർക്കിൾ ഉണ്ട്, സ്വേളുണ്ട്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ റോക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ എന്നെ ആഡ് ബട്ടൺ ഞെക്കി. So this is actually a quick shot in its working. നമ്മളൊന്നും ചെയ്യണ്ട. You get a very cinematic balanced shot. At the same time you can simply narrate to the camera. ഇതിപ്പോൾ മാനത്തോട്ട് പോകുന്നുണ്ട്. ആൻഡ് എലിവേഷൻ ഇസ് ഓൾമോസ്റ്റ് നമുക്ക് 500 meters വരെ കൊണ്ടുപോകാം ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 130-140 meters കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ഇതിൻ്റെ വിസിബിലിറ്റി പോകും. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ 400 meters കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. അത് വേറൊരു സാധനം. ഇതിപ്പോൾ നിങ്ങൾ ഡ്രോണിൽ എന്ന് പറഞ്ഞൊരു ക്വിക്ക് ഷോട്ടാണ് നിങ്ങൾ കണ്ടത്. ഇനി ലെറ്റ്സ് ഡു സംതിങ്. ക്വിക്ക് ഷോട്ട് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വന്ന് നിന്ന് കേട്ടോ. ദാറ്റ് ഇസ് ആക്ച്വലി റിയലി നൈസ്. നമുക്ക് ഇനി സർക്കിൾ സ്വേൾ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വിക്ക് ഷോട്ട് ഇസ് സ്വേളിംഗ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് പെർഫോംസ്. എൻ്റെ പൊന്നു, ഇതൊക്കെ ലിറ്ററലി ഇയേഴ്സ് ഓഫ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഡ്രോൺ പൈലറ്റ്സ് ആയിരുന്നു ഈ സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നതിന് മുന്നേ ചെയ്യേണ്ടത്. ബട്ട് റൈറ്റ് നൗ യു ക്യാൻ സീ ഹൗ ഗുഡ് ഓഫ് എ സിസ്റ്റം ദിസ് ഇസ്. സോ അതും കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ റിട്ടേൺ പോയിന്റിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വരും. സച്ച് എ ഗുഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ് ആൻഡ് സോഫ്റ്റ്വെയർ ഐ ബിലീവ്.
സോ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സേഫ്റ്റി കൺട്രോൾസ് ഉണ്ട്, മാക് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ RTH എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഹോമിനകത്ത് ഓട്ടോ ഓൾട്ടിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മൾ കാര്യങ്ങളെല്ലാം കാലിബ്രേറ്റ് ചെയ്യണം. സോ ലെറ്റ് മീ ലാൻഡ് ദിസ് ഫോർ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കൺട്രോൾസ്, യു ഹാവ് മെട്രിക്സ് നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ഡിസ്പ്ലേ സൂം ആൻഡ് FPV മോഡ് ഭയങ്കര അടിപൊളി കേട്ടോ. ഗെയിൻ ആൻഡ് എക്സ്പോഷർ ട്യൂണിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്പോർട്ട് മോഡിൽ യുവർ സ്മൂത്തിങ്, യു ലിറ്ററലി ഹാവ് ഗുഡ് കൺട്രോൾ ഓവർ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ദാറ്റ് വി നീഡ് ടു വറി അബൌട്ട്. കൺട്രോൾസ് ഉണ്ട്, നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം നമ്മുടെ സ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ. ഇറ്റ് ഇസ് സച്ച് എ ഗുഡ് തിങ്. ആൻഡ് ഇതിൻ്റെ ക്യാമറ ആൻഡ് ഇമേജ് പ്രോസസ്സിങ് സെൻസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8-bit ആണെങ്കിൽ പോലും ഐ തിങ്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫുട്ടേജ് പോലെ തോന്നുന്നത്. ഫോർ ദിസ് പ്രൈസ് 50K ഈ ഒരു ഡ്രോൺ വരുന്നത് 50K. ഞാൻ പറയുന്ന 50K പ്രൈസ് റേഞ്ചിനകത്ത് ഒരു നല്ല ഫോണിൻ്റെ ക്യാമറയെക്കാട്ടിയും അതേപോലൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നൊരു ക്യാമറ ഇത്. അത് അങ്ങനെയാണ്. പിന്നെ പാനോരമ എടുക്കാം നമുക്ക്. പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രീമിങ്, ലേറ്റൻസിയും സാറ്റലൈറ്റുകളിലും ഇൻ്റർഫിയറൻസും കാര്യങ്ങളും ഒക്കെ അതിനകത്തൊന്നും ഞാൻ അവരോട് നിങ്ങൾ പണിയുണ്ടെന്നേ പറയൂ. ഇനി ദാറ്റ്സ് ബേസിക്കലി ദ തിങ്. ഫോർ 50K നിങ്ങൾക്ക് ഭയങ്കര കിടിലമായിട്ടൊരു ഫൺ ടോയ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ്. സോ ഗൈസ്, എക്സ്പെക്ട് സം സിനിമാറ്റിക് ഫുട്ടേജസ് ടു ബി ഹിയർ. എക്സ്പെക്ട് സം റിയലി റെഡിക്കുലസ് ഇമേജസ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി മുതൽ ചാനൽ കാണാം. ഇത് മാത്രമല്ല, ഇവൻ്റെ അവാറ്റ ഉണ്ടല്ലോ, അവാറ്റ 2 എൻ്റെ ചേട്ടൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ വരുന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് എ വേ ഹാർഡ് കോർ മെഷീൻ. അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചിട്ട് നമുക്ക് സെറ്റായിട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ റൂമിലിരുന്നെന്ന് പറഞ്ഞത്. സോ ഗൈസ്, ഇനിയും എനിക്ക് കുറച്ച് കാര്യം ടെക്നിക്കലി സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിന് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുമെന്ന് വെച്ചോ, ഈ കളിപ്പാട്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ഇത് അത്ര നല്ല ചോയ്സ് ആയിരിക്കത്തില്ല. കാരണം ഈ ഭിത്തീൻ്റെ അടുത്തോ എവിടെയൊക്കെ ചെന്നാൽ തട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വിൻഡ് റെസിസ്റ്റൻസ് ലെവൽ 4 ലെവൽ 5 ആണ്. എന്ന് വെച്ചാൽ ലിറ്ററലി ദിസ് ഇസ് വെരി സ്റ്റേബിൾ. നല്ല കട്ടിയുള്ള വിൻഡാണെങ്കിലും ശരി, അവിടെ നിർത്തിയാൽ അവിടെ തന്നെ നിൽക്കും. സോ ഈ 2 കാര്യങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. എനിക്ക് തോന്നുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് ആരെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഡ്രോണാന്ന് വെച്ചാൽ, ബേസിക്കായിട്ട് നിങ്ങൾക്ക് 4K ഫിലിം ചെയ്യുന്ന ഒരു ഡ്രോൺ വേണം. അതേസമയം പറത്താനൊക്കെ ഇച്ചിരി എലവേഷനും ഇച്ചിരി ഓൾട്ടിറ്റ്യൂഡും അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. ഞാനിത് കാണുന്ന കറക്റ്റ് വെഡ്ഡിങ് വീഡിയോഗ്രാഫേഴ്സ്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്, അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ യൂട്യൂബേഴ്സിനൊക്കെ ഇച്ചിരി സിനിമാറ്റിക് ബി റോൾ ഷൂട്ട് ചെയ്യണം. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പുഷ് ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ ലിമിറ്റ് ഇല്ല. കാരണം 10-bit ഫുട്ടേജ് ഇല്ല, ലോഗ് സപ്പോർട്ട് ഇല്ല. ആൻഡ് നൈറ്റ് ഫുട്ടേജസിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു വീഡിയോസ്. നല്ലോണം ലൈറ്റ് ഉള്ള സബ്ജക്റ്റിൽ നല്ലോണം എക്സ്പോഷർ ഉള്ളെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നൈറ്റിൽ എന്താ പറയുക അത്യാവശ്യം നല്ല ഫുട്ടേജസ് ഗ്രാബ് ചെയ്യാൻ പറ്റൂ. ഇൻ ജനറൽ, ഹൗ ഡു ഐ ലവ് ഇറ്റ്? ഐ റിയലി ലവ് ഇറ്റ്. കാരണം എൻ്റെ വർക്ക് ഫ്ലോയിന് എനിക്ക് ലാൻഡ്സ്കേപ്സും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇച്ചിരി ബി റോൾസ് ഒക്കെ ഇടയ്ക്ക് കുത്തിക്കയറണമെന്ന് ആഗ്രഹമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് DJയുടെ എന്താ പറയുക ക്വിക്ക് ഷോട്ട്സ് ഉണ്ട്. പക്ഷേ മാസ്റ്റർ ഷോട്ട്സ് ഒന്നും വരുന്നില്ലെങ്കിലും അതൊരു ബാഡ് സാധനമാണ്. പക്ഷേ ഇൻ ജനറൽ, ഹൗ ഡു ഐ ലൈക്ക് ഇറ്റ്? ഐ ലവ് ഇറ്റ്. ഇനി വേറെ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റ് ട്രാക്കിങ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതൊരു മൂവിങ് ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇതിനില്ല. അതും കൂടെ നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. സോ പിന്നെ ഗൈസ്, ഇതിൻ്റെ റിമോട്ട് ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ബേസിക് ആണ്. നിങ്ങൾക്ക് 5-6 ബട്ടൺസ് ഉണ്ട്. അതിനകത്ത് ഒന്ന് ഗിംബൽ കൺട്രോൾ ചെയ്യാൻ ഒരു സ്ക്രോൾ വീലാണ് എന്ന് പറഞ്ഞാൽ താഴെയും മേലോട്ട്, അല്ല സൈഡ് വൈസ് പോകത്തില്ല. ആൻഡ് നിങ്ങൾക്ക് വേർട്ടിക്കൽ വീഡിയോസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അത് മൈൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യാനേ പറ്റൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ക്യാമറ ക്യാപ്ചർ ബട്ടൺ കാണും. പിന്നെ റിട്ടേൺ ടു ഹോം ഫംഗ്ഷൻ ബട്ടൺ കാണും. അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ റിട്ടേൺ ടു ഹോം ചെയ്യും. അതേപോലെ നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലെ ജോയിസ്റ്റിക്ക് നമുക്ക് അപ്വേർഡ്സ് അസെൻറ്റും റൈറ്റ് ഡൗൺവേർഡ്സ് ഡിസെൻറ്റും നിങ്ങളത് വിട്ടുതരും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കോൺഫിഗർ ചെയ്യാൻ പറ്റും സെറ്റിങ്സിനകത്ത്. ഇൻ ജനറൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സെറ്റിങ്സ് ഒക്കെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജോയിസ്റ്റിക്സിൻ്റെ ഒക്കെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. പക്കയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങൾക്ക് മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ എനിക്ക്
ഐ റിയലി ലവ് ഇറ്റ്. പിന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ഡ്രോൺ മാത്രമായിട്ടൊക്കെ 50K കുറച്ച് കിട്ടും, വാങ്ങിക്കരുത്. ഇതിൻ്റെ കൺട്രോളർ ഇസ് എ മസ്റ്റ് ഹാവ്. കാരണം ഫോൺ കൊണ്ട് നിങ്ങൾക്ക് പറത്തുന്നത് ലിറ്ററലി ഇറ്റ്സ് എ ഹീഡിയസ് ടാസ്ക്. പക്ഷേ ഒരു ഹീഡിയസ് ടാസ്ക് ആണ്. അതേപോലെ തന്നെ ഗൈസ് കൺട്രോളർ ഉണ്ട്, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൺട്രോളർ മേടിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും അതില്ലാതെ വാങ്ങിക്കേണ്ട. കൺട്രോളർ ട്രാൻസ്മിഷനൊക്കെ അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ്. ആൻഡ് ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഇറ്റ്സ് ഫ്രീ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. നിങ്ങൾ ഇതിനകത്ത് ഫുട്ടേജസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ലവ് യു. പീസ്.